ദൈവത്തിൻ സ്വന്തം സ്വദേശം രണ്ടാം ഭാഗം. ഇതിനു മുൻപ് അവതരിപ്പിച്ച് തീർന്ന ചീവീട് പാലക്കാട് എത്തിയ നേരമാണ്. രണ്ടാം ദിവസത്തിൽ താണ്ടി ഞങ്ങൾ ആന്ധ്രയും ശേഷന്റെ നാടും പാലക്കാടൻ ചൂരം താണ്ടി ഞങ്ങൾ ആനന്ദ ചന്ദനം പൂശി കാറ്റുകൂളിർമ വിതച്ചു വന്നു ആദായനങ്ങളെ പുൽകി വാഗമരത്തിൻ ചുവട്ടിൽ പുഷ്പവർണ്ണ വിധാനം ഒരുങ്ങി ചീവീട് മണ്ടി മറഞ്ഞു കാട്ടിൽ പൂനിലാവെങ്ങ ഒളിച്ചു ചേലത്തൊരവൻ കെട്ടു നീലെ വട്ടം പിടിച്ചെന്റെ കണ്ണം. ഇനി ചേലത്ത ആരവം എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇതാണ് രണ്ടാം ഭാഗം തുടങ്ങുക. ഉച്ചത്തിലാരോ വിളിച്ചെങ്ങു കൂവി മുട്ടക്കറിയപ്പം 30 രൂപ മുട്ട വെട്ടാത്തവർക്ക് അപ്പം തനിച്ച് ചൂടുള്ള മൂന്നപ്പം 25. ഉച്ചത്തിലാരോ വിളിച്ചെങ്ങു കൂവി മുട്ടക്കറിയപ്പം 30 രൂപ മുട്ട വേണ്ടാത്തവർക്ക് അപ്പം തനിച്ച് ചൂടുള്ള മൂന്നപ്പം 25. മുട്ട വേണ്ടാത്തവർക്ക് അപ്പം തനിച്ച് ചൂടുള്ള മൂന്നപ്പം 25. ചമ്മന്തി വേറെ ചക്കാത്തിനുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന ആരവമാണിത്. ചമ്മന്തി വേറെ ചക്കാത്തിനുണ്ട്, ചുമ്മാതെ കിട്ടുന്ന എളുപ്പം വാങ്ങിച്ചു. പൂവമ്പഴം ഒന്ന് വേറെയുമുണ്ട്, പൂവാലിപ്പശുവിന്റെ പാലുള്ള ചായയും. പൂവമ്പഴം ഒന്ന് വേറെയുമുണ്ട്, പൂവാലിപ്പശുവിന്റെ പാലുള്ള ചായ. പാലക്കാടെത്തിയ നേരം തീരെ തോരാതെ യാത്രികർ വന്നു. സ്വല്പം മെലിഞ്ഞൊരു ശീർഷൻ കൂടെ സ്വന്തമാം വേണിയോടൊപ്പം മാരാ. പാലക്കാടെത്തിയ നേരം ഇടിച്ച ആളുകൾ കയറാൻ തുടങ്ങി. തോരാതെ യാത്രികർ വന്നു. സ്വല്പം മെലിഞ്ഞൊരു ശീർഷൻ കൂടെ സ്വന്തമാം വേണിയോടൊപ്പം ഭാര്യയോടൊപ്പം ഒരു മെലിഞ്ഞ ശീർഷനും വന്നു. ആസ്ഥാനമാക്കുവാൻ വേണ്ടി ഏറെ ശോഷിച്ച പുത്രന്റെ സീറ്റിൽ, എന്റെ പുത്രന്റെ സീറ്റിൽ ആസ്ഥാനമാക്കുവാൻ വേണ്ടി ഏറെ ശോഷിച്ച പുത്രന്റെ സീറ്റിൽ അല്പം പരുങ്ങി ഞാൻ ചൊല്ലി, ഇതിൽ സീറ്റില്ല ശീർഷനിരിപ്പാൻ. രോഷം പൂരണ്ടു വിറച്ചു ശീർഷൻ പാരുഷ്യമോടെ മൊഴിഞ്ഞു. ഈ ശീർഷൻ വേണിയോടൊപ്പം വരുമ്പോഴേ ഈ ലക്ഷണം കൊണ്ട് എനിക്കറിയാം ആരാണ് എന്താണ് എന്നൊക്കെ എനിക്കറിയാം. കാരണം ഈ കേരളത്തിൽ എല്ലാ പ്രദേശത്തും സഞ്ചരിച്ചിട്ടുള്ള ആളെയാണ് ഞാൻ. 5-6 വർഷം സംഘത്തിന്റെ RSSന്റെ പ്രചാരകരായി വൈക്കത്തും വൈപ്പിനും പ്രവർത്തിച്ചു. പിന്നെ നാട്ടിൽ റാന്നിയിൽ സ്വദേശത്ത് താലൂക്ക് ബൗദ്ധിക് പ്രമുഖമായിട്ട് പ്രവർത്തിച്ചു. അതിനു മുമ്പ് തന്നെ ഹിന്ദു യങ് മെൻ അസോസിയേഷന്റെ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ലോക്കൽ യൂണിറ്റിൻ്റെ ചെറുവളഞ്ഞ് യൂണിറ്റിൻ്റെ പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പൊതുവെ ലക്ഷണം കൊണ്ട് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കും. അത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല എന്ന് മാത്രം. രോഷം പുരണ്ടു വിറച്ചു ശിഷ്യൻ പാരുഷ്യമൂടെ പൊഴിഞ്ഞു. അർത്ഥമാണിപ്പയ്യൻ സീറ്റ്, ഇപ്പോഴെനിക്കുടൻ വേണം ടിക്കറ്റ്, ഇപ്പോഴെനിക്കുടൻ വേണം. പകുതി പാതിയാപ്പം മെല്ലിച്ച ഒരു മകനാണ് എൻ്റേത്. അതുകൊണ്ട് അയാൾ ഊഹിച്ചു അര ടിക്കറ്റാണ്, അപ്പോൾ അര ടിക്കറ്റ് ആയിക്കൊള്ളതാണ് എന്നുള്ളതാണ് അയാളുടെ വാശി. അങ്ങനെ ഒരു നിയമം ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക്. അർത്ഥമാണിപ്പയ്യൻ സീറ്റ്, ടിക്കറ്റ് ഇപ്പോഴെനിക്കുടൻ വേണം. രോഷം പെരുത്തെനിക്കപ്പോൾ വേഗം റേഷനായി വന്നെന്റെ വാക്ക്. ആരാണ് നിങ്ങൾ ഈ ട്രെയിനിൻ ചെക്കറോ റെയിൽവേയുടെ മാഷോ? നിങ്ങൾ ആരാ? രോഷാൽ പകർന്നയാൾ വേഷം പാഞ്ഞങ്ങടുത്തന്നെ ചോദിച്ചു എന്ന് മാത്രമേ ഇയാളെ എന്റെ നേരെ പാഞ്ഞു. രോഷാൽ പകർന്നയാൾ വേഷം പാഞ്ഞങ്ങടുത്തന്നെ നേരെ ഓടുവാനോങ്ങി ഞാൻ നോക്കി തെല്ലു നൂലിളമില്ലാത്ത ബോഗി. എങ്ങോട്ട് ഓടാനാ? ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിനപ്പോഴാ വേണി വേഗം കവർന്നയാൾ പാണി. അയാളുടെ കൈകൾ കടന്നു പിടിച്ചു അയാളുടെ ഭാര്യ. ഭാഗ്യത്തിനപ്പോഴാ വേണി വേഗം കവർന്നയാൾ പാണി. ഭാര്യ വലിച്ചു പിന്നോട്ട് പതി സിംഹം വലിഞ്ഞു പിന്നാലെ. സിംഹം അങ്ങനെ പിന്നോട്ട് വലിഞ്ഞു. ധൈര്യം തിരിച്ചെങ്ങു വന്നു വേഗം വീണ്ടും ഉയർന്നെന്റെ വാണി. പാതിയാം സീറ്റിന്റെ ബാക്കി പാതി തനിക്കുള്ളതാണോ? അപ്പൊ വീണ്ടും ഞാൻ ഉരുട്ട് തുടങ്ങി. പാതിയാം സീറ്റിന്റെ ബാക്കി പാതി തനിക്കുള്ളതാണോ?
തന്തയ്ക്ക് ചൊല്ലിയ താന്തൻ എല്ലു ദൂരത്തിലേക്ക് വലിഞ്ഞു. അങ്ങനെ ഭാര്യ അയാളെ വലിച്ചു കൊണ്ടുപോയി. ആശ തിരിച്ചങ്ങ് വന്നു, ഞാനും ആശാനായി വീണ്ടും ചമഞ്ഞു. രോഷം പിറന്നെന്റെ വാക്കിൽ, രോഷം പിറന്നെന്റെ വാക്കിൽ, പാതി അമർന്ന സ്വരത്തിൽ അർത്ഥം കൊടിഞ്ഞ വജസാൽ മുക്കിക്കളഞ്ഞെന്റെ രോഷം. എന്റെ രോഷം അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ട് ഞാൻ മുക്കിക്കളഞ്ഞു. പിന്നീട് എൻ്റെ ഒരു ഭാവനയാണ്, അവരെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഭാവനയാണ്. ആ ഭാവന ഇങ്ങനെ പോകുന്നു. ചന്ദനം ചാർത്തിയ നെറ്റി പത്നിയാണപ്പൂമൻ പാതി, രാവിലെ ദർശനം തേടി ഇഷ്ടദേവന്റെ പാദപന്തന്നിൽ. ഇഷ്ടദേവന്റെ അമ്പലത്തിൽ അവർ പോയി ദർശനം തേടി. അർച്ചിച്ചു ദേവനു പൂക്കൾ, പിന്നെ സന്താപത്തോടെ മൊഴിഞ്ഞു. ഇന്നെനിക്കുണ്ടൊരു യാത്ര എൻ പാതി ഭഗവാന്റെ കൂടെ, എൻ പതി ഭഗവാന്റെ കൂടെ. രണ്ടും ഒന്ന്. എൻ പതി ഭഗവാന്റെ കൂടെ, എൻ പാതി ഭഗവാന്റെ കൂടെ. അർത്ഥനാരീശ്വരമാണല്ലോ. എന്റെ ഭർത്താവിനെപ്പോഴും ചുണ്ടി സ്വന്തം മൂക്കത്തു മുൻപിലായുണ്ട്. എന്റെ ഭർത്താവിനെ, അവര് ദൈവത്തോട് പറയുകയാണ്, ദേവനോട് പറയുക, എന്റെ ഭർത്താവിനെപ്പോഴും ചുണ്ടി സ്വന്തം മൂക്കത്തു മുൻപിലായുണ്ട്. നേതാവ് ലോക്കലാണ് എന്റെ പാതി താലൂക്ക് കമ്മിറ്റി മെമ്പർ. പാതി താലൂക്ക് കമ്മിറ്റി മെമ്പർ ലോക്കൽ നേതാവാണ്, പാതി താലൂക്ക് കമ്മിറ്റി മെമ്പറാണ്. അത് ആരുടെയാണെന്ന് മനസ്സിലായല്ലോ. കാത്തുരക്ഷിക്കണമെന്നേം ഭവാൻ കാലദോഷം വരാതാളേം, കാത്തുരക്ഷിക്കണമെന്നേം ഭവാൻ കാലദോഷം വരാതാളേം. അങ്ങനെ എൻ്റെ ഭർത്താവിനെ കൂടി അങ്ങ് എന്നെയും എൻ്റെ ഭർത്താവിനെയും ഈ യാത്രയിൽ കാത്തുരക്ഷിക്കണമേ. പിന്നെ അത് മാത്രമല്ല, വേറൊരു അനുഭവം കൂടി പറയുകയാണ്. ആ സ്ത്രീ ഭഗവാനോട് പറയുകയാണ്, നിന്റെ നാമം ധരിച്ചൊരു ധീരൻ, നിന്റെ നാമം ധരിച്ചൊരു വീരൻ ഇവിടെ മണ്ണോട് മണ്ണായതില്ലേ. ഈ മണ്ണിന് ദോഷം വരാതെ എന്റെ നാഥനെ കാത്തുകൊള്ളേണം. തൃശ്ശൂര് ഇവിടെ നിന്റെ നാമം ധരിച്ചൊരു വീരൻ ഇവിടെ മണ്ണോട് മണ്ണായതില്ലേ. ഈ മണ്ണിന് ദോഷം വരാതെ എന്നെ നാഥനെ കാത്തുകൊള്ളണേ. ആരാ നാമം ധരിച്ച്? ചന്ദ്രശേഖരൻ, TP ചന്ദ്രശേഖരൻ, ശിവന്റെ നാമമാണല്ലോ. ഒഞ്ചിയം ചന്ദ്രശേഖരൻ 56 വെട്ടി കൊന്ന ആ ഒഞ്ചിയം ചന്ദ്രശേഖരന്റെ കാര്യമാണ് അവര് ഭഗവാനോട് പറയുന്നത്. കൈവെടിയല്ല നീ ദേവാ കാന്തനെ കാത്തു, എന്റെ കാന്തനെ കാത്തുകൊണ്ടാലും എന്റെ കാന്തനെ കാത്തുകൊള്ളണമേ. ദേവൻ കനിഞ്ഞു മൊഴിഞ്ഞു ഇവൻ നാവു പിഴയ്ക്കുന്നതാണ്. അല്ല, അത് മാത്രമല്ല, അവര് ഭഗവാനോട് കൈക്കൂലി കൊടുക്കുകയാണ് ഭഗവാൻ, അതും പറയുന്നുണ്ട്. ഇത്രമാത്രം കനിഞ്ഞെന്നെ കാത്തുരക്ഷിച്ചിടുമെന്നാൽ കാലാധിവർത്തിയം നിന്റെ കാലിൽ ചിലമ്പൊന്ന് തീർക്കാം. നിനക്കൊരു ചിലമ്പ് ഞാൻ തീർത്തു തരാം, ഒരു കുലിശ് ഞാൻ ഉണ്ടാക്കി തരാം. എന്നെയും എൻ്റെ ഭർത്താവിനെയും ഇന്ന് ഉള്ള യാത്രയിൽ രക്ഷിച്ചാൽ. ദേവൻ കനിഞ്ഞു മൊഴിഞ്ഞു ഇവൻ നാവു പിഴയ്ക്കുന്നതാണ്. അപ്പൊ ദേവൻ ഉടനെ ആ ഭഗവതിയോട് നാരിയോട് പറഞ്ഞു, ദേവൻ കനിഞ്ഞു മൊഴിഞ്ഞു ഇവൻ നാവു പിഴയ്ക്കുന്നതാണ്. പാതിവൃത്യം നിന്നെ കാക്കും ഇവൻ കൂടെ നീ എപ്പോഴും ഉണ്ടേൽ. ഭാര്യ ശീർഷന്റെ നിത്യം ഭാഗ്യമാണ് എന്നുടെ സത്യം. ദേവൻ പറഞ്ഞത് എന്താണ്? പാതിവൃത്യം നിന്നെ കാക്കും, നീ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം. ഭാര്യ ശീർഷന്റെ നിത്യം ഭാഗ്യമാണ് എന്നുടെ സത്യം. ഇത്രയുമായപ്പോ എനിക്കൊരാശ്വാസം. അപ്പോഴെനിക്കോർമ്മ വന്നു ഇത് ദൈവത്തിൻ നാടാണ് സ്വന്തം. അപ്പോഴെനിക്കോർമ്മ വന്നു ഇത് ദൈവത്തിൻ നാടാണ് സ്വന്തം. ഭാഗ്യമാണ് എപ്പോഴും പത്നി, അവൾ ഭാഗ്യചന്ദ്രോദയം തന്നെ. അർദ്ധാംഗിണി അവളുണ്ടേ തീർത്ഥം വരില്ലങ്ങനർത്ഥം. സാംസ്കാരികാസ്ഥാന ദേശം ശിവസായുജ്യമേകും സ്വദേശം. സംസ്കാരമില്ലാതെ വന്നോ നാടു നാനാവിധമായി തീർന്നോ. സംസ്കാരമില്ലാതെ വന്നോ നാടു നാനാവിധമായി തീർന്നു. അങ്ങനെ സമാപിച്ചു. ഇത് 9-10 മിനിറ്റ് രണ്ടാമത്തെ ഭാഗം. നമസ്കാരം. ശിവകുമാർ ഐത്തല. എൻ്റെ ഈ അനുഭവ കഥയാണ് ഇത്.
തിരിച്ചു വന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഈ കവിത എഴുതിയത്. ഇത് ഞാൻ DMAയുടെ RK പുരം സമ്മേളനത്തെ 2012-13 ആ സമയത്ത് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി.